താലി കിട്ടുമ്പോ കൈയൊക്കെ വരച്ചായിരുന്നോ? അത് ഏറ്റവും കോമഡി ആയിരുന്നു. ചേട്ടൻ കെട്ടിട്ടും തീരുന്നില്ല. ഞാൻ പറഞ്ഞിപ്പോഴെങ്കിലും കഴിയോ ഇനിയിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും കഴിയോ. എത്ര മണി എന്നിട്ട് കിട്ടി? 3. 2 തവണ കിട്ടിയ കട്ടായി അങ്ങോട്ടും ഇല്ലേ സംശയത്തിന് ഞാൻ അവസാനം. തൃശ്ശൂരിന്ന് തിരുവനന്തപുരത്തുള്ള പാർവതിനെ എങ്ങനെ കണ്ടുപിട്ടി? പൂരം കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടിവിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു ഇനി അടുത്ത വർഷം ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് മാതിരി അല്ലേ? അപ്പൊ പറഞ്ഞു കൂടാ, അതിനെന്താന്ന് ചോദിച്ചു. അപ്പഴാ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു. എന്റെ പേര് മാലിന്യ. പുള്ളിയുടെ വീട്ടില് അതിനടുത്തൊന്നും ചോക്കില്ല. ചോക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് പറയുന്നത് എനിക്കിങ്ങനെ ഇഷ്ടമുണ്ട് എന്ന് ആദ്യമായിട്ട് പറയുമ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമാണ്. എന്നാൽ പിന്നെ എന്നെ കുറിച്ച് അന്വേഷിക്കണമല്ലോ. ഫസ്റ്റ് ടൈം ഒരു ആൾ പറയുമ്പോൾ ആരായാലും ഓക്കെ എന്ന് പറയുന്നില്ല. അപ്പൊ ആ ഒരു പരിപാടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടോട് എന്നെ ചതുർത്ത് പറ. അപ്പൊ ഞാൻ പറയും പറഞ്ഞു വെച്ചാൽ കേൾക്കുന്നില്ല. അങ്ങനെ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞേ? മെയ് 17. അതാരുടെ? ജൂലൈ 17. അത് വേറെ. അപ്പൊ ജൂലൈ 17. 28ആണോ? അല്ല, പൊട്ടത്തെറ്റ. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ് now. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ക്യൂട്ട് കപ്പിളാണ് കേട്ടോ. ആവേശം എന്ന ഒറ്റ സിനിമയിലൂടെ നിങ്ങളുടെ മനസ്സ് കീഴടക്കിയ കുട്ടി അഥവാ മിഥുട്ടിയും പാർവതിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. പാർവതി ഇപ്പൊ പേടിച്ച് തലകറങ്ങും തോന്നുട്ടോ. മിഥുട്ടി കുറെ ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട്, പക്ഷെ പാർവതിക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ്. പാർവതി ഞങ്ങൾ ഞെട്ടിച്ചു കേട്ടോ. നിങ്ങളുടെ കല്യാണ ഫോട്ടോ ഇൻസ്റ്റയിൽ വന്ന സ്ഥലത്ത് ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ചു. അങ്ങനെ എല്ലാരും ഞെട്ടിക്കാൻ വേണ്ടി തന്നെ രഹസ്യമായിട്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു രണ്ടുപേരും. ആണോ? ആണ് പാർവതി. ശരിക്കേ ഞങ്ങൾക്ക് ഇത് ഒരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഞങ്ങള് കുട്ടിയായിട്ടല്ലേ, മീൻസ് ആവേശത്തിൽ കാണണം. ഞങ്ങളുടെ മനസ്സിൽ ഇതൊരു കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. കല്യാണം കഴിക്കാനൊക്കെ പ്രായമായോ എന്നാണ് വിചാരിച്ചത്. ശരിക്കും ഇത്ര പ്രായമുണ്ട്? 30 എന്തോ നാച്ചുറലി ആള് ഭയങ്കരമായിട്ട് ഉള്ളതുപോലെ പറഞ്ഞു തോന്നുന്നു. ശരിക്കും എത്ര വയസ്സുണ്ട്? 32. ആൾക്ക് പാർവതിക്ക് 23. ഓക്കെ, അടിപൊളി. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കുട്ടിയാ. അത് എപ്പോഴും എന്താ പറയുക, പ്രായമായാലും നമ്മളെ കാണുമ്പോൾ ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? ചമ കണ്ട പ്രായം പറഞ്ഞോളൂ. അതൊക്കെ നിങ്ങളുടെ കല്യാണം ശരിക്കും ഞങ്ങൾക്കും സർപ്രൈസ് ആയിരിക്കും. ശരിക്കും നിങ്ങൾക്ക് മാത്രമേ ഇതിന്റെ ബാക്ക് സ്റ്റോറി അറിയത്തുള്ളൂ. ശരിക്കും ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് മാരേജ് ആയിരുന്നോ? എങ്ങനെയാ കണ്ടുപിട്ടി? ലവ് ആണ്. ആണോ? ഇത് ഒറ്റവാക്കി ഉത്തരാണ് കേട്ടോ. എങ്കിലും എനിക്കറിയേണ്ടത് നിങ്ങളുടെ ലവ് സ്റ്റോറിയാണ്. ശരിക്കും എങ്ങനെയാ ലവ് സ്റ്റോറിയാണ്? നിങ്ങൾ ലവ് മാരേജ് ആണെന്ന് പറഞ്ഞു. ഇവിടെ തൃശ്ശൂർ ആണല്ലോ. പാർവതി എവിടെയാ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഈ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള പാർവതിനെ എങ്ങനെ കണ്ടുപിട്ടി? ഇത് ആർക്കും അറിയില്ലേ? ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള പ്രണയമായിരുന്നോ? കുറച്ചു പേർക്ക് പറഞ്ഞോ? ഞങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമേ അറിയത്തുള്ളൂ. ഏകദേശം എത്ര ഉണ്ടാവും ഫ്രണ്ട്സ്? നമ്പർ പറയുകയാണെങ്കിൽ? അല്ല, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നല്ല അടുത്ത ഫ്രണ്ട്സ് 2 ഫ്രണ്ട്സേ അറിയത്തുള്ളൂ. അത് ശരി, കൊറേ പേർക്ക് അറിയായിരുന്നു, പക്ഷെ 2 പേർക്ക്. ശരിക്കും എന്തുകൊണ്ട് ഇത്ര സീക്രട്ട് ആയിട്ട് വെച്ചേ? ഇല്ല, അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, ഇവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള മീഡിയ അങ്ങനെ നമ്മളങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല കുറച്ച്. അപ്പൊ അതിനൊരു പോരായ്മ ഉണ്ടാവുമെന്നോ എനിക്കറിയില്ല ആ സമയത്ത്. പക്ഷെ എന്തോ എൻ്റെ ഒരു ടൈം കൊണ്ട് ആരൊക്കെ വന്ന് എടുത്ത് എല്ലാം കഴിച്ചു കൊടുത്ത് മീഡിയയിലിട്ട് പൊലിപ്പിച്ചു. ശരിക്കും ആരാണ് ഇവനാണ് ഇപ്പൊ പ്രപ്പോസ് ചെയ്തേ? പ്രപ്പോസ് ചെയ്ത് എങ്ങനെയാ പ്രപ്പോസ് നടന്നു പറയൂ. ആൾക്കതൊന്നും ഓർമ്മയില്ല കേട്ടോ. പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ?
നേരിട്ട് ഇല്ല, ഞാൻ മെസ്സേജ് ഇങ്ങനെ അയച്ചുവിടാം. പൂരം കാണാൻ താല്പര്യമുണ്ടോ തൃശ്ശൂർ തന്നെ. പൂരം കാണാൻ പൂരം കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടിവിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു ഇനി അടുത്ത വർഷം ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് മാതിരിയല്ലേ? അപ്പൊ പറഞ്ഞു കൂടാ, അതിനെന്താന്ന് ചോദിച്ചു. അപ്പഴാ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത്. ഇങ്ങനെയും പ്രപ്പോസ് ചെയ്യാട്ടോ. ഞങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി പ്രപ്പോസൽസ് ഇഷ്ടമാണ്. ഇത് എത്ര പേർക്ക് ഈ പൂരം കാണാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? ഇത് മാത്രമാണോ വീട്? ഫസ്റ്റ് ടൈം അവൾക്ക് മാത്രം. എന്നിട്ട് പൂരം കാണിച്ചോ? ഇല്ല, കല്യാണത്തിന് മുന്നായിരുന്നു പൂരം. അപ്പൊ കാണാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അടുത്ത വർഷത്തെ പൂരം ഒരുമിച്ച് കാണാൻ പറ്റും. അതെ. എങ്കിലും എങ്ങനെ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടണേ? ഞങ്ങള് മറ്റേ എന്താ സൂവാ സൂവിന് ആദ്യമായിട്ട് കാണണേ? രണ്ട് മറ്റേ ഇത് ഒഴിവായി കിടക്കുന്നുണ്ടായിരുന്നു കൂടെ. ആ അവസ്ഥയായിരുന്നു ഞങ്ങള്. അവിടെ പോയി കണ്ടു, സംസാരിച്ച് ചായ കുടിച്ചു. അങ്ങനെ സത്യത്തിന് പുള്ളിനെ ഞാൻ പരിചയപ്പെടുന്നത് കവിത എഴുതിയിട്ടാണ്. കവിത തന്നെ തോട്ട്സ് എഴുതിയിട്ട് കോട്ട്സ് എഴുതിയതിനു ശേഷം ഞാൻ കണ്ടു. ആ കുട്ടി നന്നായി രസമായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു, എന്തായാലും പൊളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടു. അത് കണ്ടിട്ട് ഞാൻ ഇപ്പൊ ഇരിക്കുകയായിരുന്നു. ശരിക്കും അത് എന്ത് കോഴ്സ് ആയിരുന്നു ആള് കണ്ടിട്ട് ഇത്ര പ്രശംസിച്ചേ? പറയണ്ട. ഈ ക്രിയേറ്റീവ് ആയിട്ട് ആള് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇപ്പം ആക്ടർ ആണ്. ഇപ്പൊ അതിനുശേഷം ഇനി ആവേശം റിലീസിന് ശേഷമാണോ നിങ്ങള് ഈ പറഞ്ഞ പ്രപ്പോസൽസ് നടക്കണേ? മുന്നേ ഉണ്ട്. വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിയായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ടെ? ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു സങ്കല്പം ഉണ്ടാവില്ലേ, ഇന്നാളെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ സങ്കല്പം എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. എന്തുവാ എല്ലാത്തിനും കൂടെ നിൽക്കണമെന്ന് ഒരാളായിരിക്കണം, എല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നായിരുന്നു. അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും സങ്കല്പം ഉണ്ടായിരുന്നോ? അത് നമ്മുടെ കൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ എന്തെങ്കിലും വരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്നുള്ളത് ഇതുണ്ടാവണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ അനിയന്മാരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തി അന്ന് നമ്മുടെ കൂടെ തന്നെ നിന്ന് വലിയ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ആവേശം ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഡിപ്രഷൻ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്തൊക്കെ ഇപ്പം വിളിച്ച് പറഞ്ഞിട്ട് ഭയങ്കര മറ്റേ കൗൺസിലിങ്ങാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ആളെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കൂടെ നിർത്തിക്കൂടാ എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് അപ്പം തോന്നി. അപ്പം തന്നെ ഞാൻ പറഞ്ഞ്. എത്ര വർഷത്തെ പ്രണയമായിരുന്നു നിങ്ങളുടെ? 2 വർഷം. 2 വർഷം. ഈ 2 വർഷം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാർവതി കൂടെ തന്നെ കട്ടക്ക് വെക്കുന്ന ഒരാളായിരുന്നോ? ഒന്നില്ലേ? അത് പറയാനൊന്നും അങ്ങനത്തെ ഒരാളാണോ? ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര ക്വൈറ്റ് ആയിട്ട് സംസാരിക്കണേ. എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാ എന്റെ കാര്യങ്ങൾക്ക്. അപ്പൊ ഞാനും തിരിച്ചതേപോലെ ചെയ്യണ്ടേ. സിമ്പിൾ. ശരിക്കും പാർവതി എന്താ ചെയ്യണേ? ശരിക്കും പഠിക്കാണോ വർക്ക് ചെയ്യണം? വർക്ക് 1 year വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രെയിനിങ് ആയിരുന്നു, ട്രെയിനി ആയിട്ട്. അത് കഴിഞ്ഞു, വേറെ നോക്കുന്നുണ്ട്. എന്ത് ജോലി ചെയ്ത് ട്രെയിനി ആയിട്ട്? ഇവിടെ തൈക്കാട് ഒരു KMCL എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ട്. ഓക്കെ. എങ്കിലിപ്പോ ഒത്തിരി പ്രപ്പോസൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ 2 പേർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആണോ? ആദ്യത്തെ പ്രണയമാണോ? പ്രപ്പോസൽ കുറെ ഇട്ടിട്ടുണ്ടാവില്ലേ? അധികമായിട്ടൊന്നുമില്ല. ഇല്ല, വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു ആക്ടർ ആയിട്ട് മാറിയ സമയത്ത് നമുക്ക് റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ ഓൾറെഡി ഒത്തിരി ഫാൻസ് ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു? പറയും കാര്യങ്ങളെല്ലാം, ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം പറയൂ. അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആള്. എല്ലാം ഓപ്പൺ ആയിട്ട് പറയും, ഒന്നും ഒളിച്ചൊന്നും വെക്കത്തില്ല, എല്ലാം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ആളെ വിത്തുട്ടിക്ക് നാളൊക്കെ വരുന്നു. ഏതാ? അല്ല, ഞാനിങ്ങനെ നല്ലൊരു മനസ്സിനുടമയായി ഭയങ്കര ലവബിളാന്ന് തോന്നുന്നു അല്ലേ വിത്തുട്ടി? അങ്ങനെ പറയാം അല്ലേ? ആണോ അല്ലേന്നൊക്കെ എന്നോട് ചോദിക്കുന്നേ പറ. ആളെ ഫുൾ ആൻസർ പറയണ്ടേ.
ഇത് പേടിച്ചിട്ടൊക്കെ പറ ശരിക്കും എങ്ങനെ ശരിക്കും നമ്മൾ കാണുന്ന മിത്തുട്ടി ഉണ്ടല്ലോ ഇന്റർവ്യൂനോ അല്ലെങ്കിൽ സിനിമേനെ കാണുന്ന ആളല്ലാതെ ശരിക്കും എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ആളില്? നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിപ്പോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ കാര്യങ്ങളെല്ലാം സംസാരിക്കും അങ്ങനെ. ഓക്കെ. പക്ഷെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വീട്ടിൽ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, കല്യാണം എന്നില്ല ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ വീട്ടിൽ പറയുന്ന ഒരു സ്റ്റേജ് എങ്ങനെയായിരുന്നു? രണ്ടുപേർ വേഗം തന്നെ ഓക്കെ പറഞ്ഞോ? അതിന് കുറച്ച് ഇതുണ്ടായിരുന്നു, വേണ്ട 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 എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ആരുടെ വീട്ടിലാ? അത് ഫസ്റ്റ് രണ്ടുപേരുടെ വീട്ടിലുണ്ടായി. പക്ഷെ എന്നാലും പിന്നെ പുള്ളിനെ കണ്ട് പരിചയപ്പെട്ട് വന്നപ്പോൾ ഒന്നും കൂടി കുട്ടി നല്ല കുട്ടിയാ, മോള് നല്ല മോളാ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. ഓക്കെ. ഇവിടെ എങ്ങനെയായിരുന്നു? വീട്ടിലെങ്ങനെയായിരുന്നു? ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ സമ്മതിച്ചു. എല്ലാവർക്കും അതെല്ലാം ഉൾക്കൊള്ളാൻ ഒരു ഇതായിരുന്നു. അതായത് പെട്ടെന്ന് കേൾക്കുമ്പോ വീട്ടിലുള്ളവർക്ക് അല്ല ഓൾറെഡി ഇതിന് അറിയായിരുന്നോ? ഫാമിലിക്ക് അറിയായിരുന്നു? അതാണ് ഞെട്ടലുണ്ടാക്കിയേ അവർക്ക് അറിയത്തില്ല, പറഞ്ഞപ്പോഴാ അറിയാന്നുള്ള. ഓക്കെ. അതിന് മുമ്പ് ഫാമിലിക്കൊന്നും അറിയില്ലായിരുന്നു? നമ്മള് പറയുമ്പോഴാണ് നമ്മുടെ ഫാമിലി അറിയുന്നത്. അത് ഫസ്റ്റ് ടൈം പറയുന്നത് കൊണ്ട് പുള്ളിയുടെ വീട്ടിന് അതിനടുത്തൊന്നും ചോദിക്കില്ല. ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവളെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും. അതിനടുത്ത് അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കുന്ന സീനം കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് പറയുന്നത്, എനിക്കിങ്ങനെ ഇഷ്ടമുണ്ട് എന്ന് ആദ്യമായിട്ട് പറയുമ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമാണ്. എന്നാൽ പിന്നെ എന്നെ കുറിച്ച് അന്വേഷിക്കണമല്ലോ. ഫസ്റ്റ് ടൈം ഒരു ആൾ പറയുമ്പോൾ ആരായാലും ഓക്കെ എന്ന് പറയുന്നില്ല. അപ്പം ആ ഒരു പരിപാടി ആർക്കായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, അത് വീട്ടുകാർക്ക് സെറ്റിൽ ആവണം. ഈ കല്യാണം കഴിക്കുന്ന പോകുന്ന ആളും ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. പൊതുവേ ഒരു ആക്ടർ ആണെന്ന് ഒരു സമയത്ത് വരുമ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പൊ ഒരു നടനാണ്, അപ്പൊ വീട്ടുകാർക്ക് അതൊരു നടനാണ് എന്നതിലൊരു കുറവുണ്ടായിരുന്നോ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആൾക്ക് ജോലി ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ആള് വർക്ക് ചെയ്യുന്ന ടൈം അല്ലായിരുന്നോ? അപ്പോൾ ജോലി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ആളുടെ ജോലി പറഞ്ഞു. ആവേശമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അറിഞ്ഞു. ആള് റീൽസൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതെനിക്കും അറിയത്തില്ലായിരുന്നു റീൽസ് എന്ന്. ഞാൻ പിന്നീട് ശേഷം റീൽസൊക്കെ കണ്ടു തുടങ്ങി. അതിനൊന്നും കണ്ടില്ലേ? ഈ പ്രേമിക്കുന്ന സമയത്ത് റീൽസ് ഒന്നും കണ്ടില്ലേ? അത് കാലണ്ടർ റീൽസും കൂടിയായിരുന്നു. ഈ റീൽസ് കണ്ടപ്പോഴേ നമ്മൾ പ്രേമിക്കുന്ന ആളും കോണ്ടന്റ് ക്രിയേറ്ററും രണ്ടല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നു? തോന്നി ഇല്ല, ആൾക്കതല്ലേ ഇഷ്ടം, ആളത് ചെയ്യട്ടെ എന്നൊക്കെ. ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റീൽസ് ഒക്കെ വരുമോ? കാണാൻ പറ്റുമോ? ചിലപ്പോ അതേ രീതി തന്നെ റെഡിയാണോ? ഇഷ്ടമാണോ ഇങ്ങനെ വീഡിയോ ചെയ്യാ? ബാക്കിയുള്ളവർ ചെയ്യുന്നത് കാണുന്നത് ആസ്വദിക്കാണ്. ഞാൻ ചെയ്യുന്നതോട് എനിക്കൊരു താല്പര്യമില്ല. ശരിക്കും ഇപ്പം ജോലി പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ ഫുൾ ടൈം ഒരു ആക്ടർ എന്ന രീതിയിലേക്ക് മാറിയല്ലോ. അപ്പം നമ്മൾ എങ്ങനെയാ ഇപ്പൊ നമുക്കൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം, നമുക്കൊരു ജോലി വേണം. ഇപ്പൊ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്കൊരു സ്റ്റേബിലിറ്റി വേണമല്ലോ. അതെങ്ങനെയാ? ഒരു കല്യാണത്തിന് പ്രിപ്പയർഡ് ആയിരുന്നോ? പ്രിപ്പയറായിരുന്നു. കാരണം വയസ്സായി, വീട്ടുകാരെല്ലാവരും കെട്ടിക്കൂടെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പം താഴെ തന്നെ നിയമാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കെട്ടിയിട്ട് വേണം കിട്ടണമെന്നാണ് അവന് പറയുന്നത്. തന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ക്രിയേറ്റീവ് പെൻസിന്, നമ്മുടെ തൃശ്ശൂർ എൻ്റെ സ്ഥാപനം ഉണ്ട്. അവിടെ ഞാൻ 10 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എനിക്കവിടെ എപ്പോൾ വേണേലും എങ്ങനെ വേണേലും അവിടെ വർക്ക് ചെയ്യാം. ഏത് സമയത്തായാലും അഡ്വർടൈസിങ് കമ്പനി ആയതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണേലും കയറാം. അപ്പോൾ ആ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഒന്ന് കോൺഫിഡൻസാണ്. എവിടെ പോയാലും അതില്ലെങ്കിൽ നമുക്കിതുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടാവും. അതാണ് തന്നെ ഏറ്റവും വലിയൊരു കാര്യം. വർക്ക് ഉണ്ടാവണല്ലോ, തെറ്റിപ്പോത്തന്നെ വർക്ക് ഉണ്ടാവണമല്ലോ ഫുൾ ടൈം. എല്ലാ ഭാഗ്യത്തിൽ കൊണ്ട് ഈ പണം കിട്ടി, എൻ്റെ ഒരു ദൈവഭാഗ്യം. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത പടങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ ആയി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹാപ്പിയാണ് മൊത്തത്തിൽ. ഇപ്പൊ നിങ്ങൾ ഏകദേശം 10 വയസ്സ് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ?
9 വയസ്സ്. ഇപ്പൊ ഇത്രയും ഇപ്പം ഏജ് കൂടുതലുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നവരുണ്ട്, എന്നാൽ സെയിം ഏജിലുള്ളവർ കിട്ടുന്നുണ്ട്, കുറച്ച് ഏജ് ഡിഫറെന്റ് ഉള്ളവരുണ്ട്. ഇപ്പൊ ഇത്ര ഏജ് ഡിഫറെന്റ് ഉണ്ടാകുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ പോകും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്ര ഏജ് ഉണ്ട് കേട്ടോ വേണ്ട എന്ന രീതിയിൽ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പാർവതി ആയിരിക്കും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ തേടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏജ് ഡിഫറെന്റ് അത് ഇതുവരെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുൻപ് എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരുന്നു? പലരും പല കാര്യങ്ങളായിരിക്കില്ല നമ്മുടെ അടുത്തൊന്ന് പറയാ. ആരും ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുമ്പ് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല? ഇല്ല, ഇവിടെ വരുമ്പോ സ്വന്തം വീട് പോലെ കരുതണം, ഓക്കെ, എല്ലാരും നല്ലതായിട്ട് നോക്കണം, കുക്കിംഗ് അറിഞ്ഞിരിക്കണം, രാവിലെ എന്നിട്ട് ചായ കൊടുക്കണം. എന്റെ ദൈവഭാഗ്യം കൊണ്ട് അത് അറിയില്ല. കുക്കിംഗ് അറിയില്ല? മിഥുന് അറിയോ കുക്കിംഗ്? ആ ചായ ഒക്കെയാണ് അറിയാം. ഇനി എന്ത് വേണോ ഷെഫായി. ചായ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ 32 ഏജ് അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ പിന്നെ വീട്ടുകാർക്ക് ടെൻഷനാ, കല്യാണം ആയില്ലേ, കല്യാണം കഴിക്കണ്ടേ, ഈ പറഞ്ഞ താഴെ ഈ പറഞ്ഞ മക്കളുണ്ടെങ്കിൽ അത് വലിയ പ്രഷർ തന്നെയാണ് ശരിക്കും ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച്. അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞു ഒരു ദിവസം താഴെയുള്ളതാണെങ്കിൽ കിട്ടിക്കോട്ടെ, അതിനിപ്പോ എന്താ, ടൈം ആകുമ്പോൾ നമുക്ക് കിട്ടാനോ, അതൊക്കെ ഓരോരുത്തതിനെ ഇതാണല്ലോ. അങ്ങനെ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് പറയുന്നു ചേട്ടൻ കിട്ടിക്കോ, കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയത്. അതൊക്കെ തന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. ലേറ്റ് ആയാലും കറക്റ്റ് സമയം നമുക്ക് കറക്റ്റ് പേഴ്സണെ നമ്മുടെ ലൈഫിൽ കണ്ടുമുട്ടും എന്ന് പറയുന്ന പോലെ വെയിറ്റ് ചെയ്തിട്ടായാലും നമുക്ക് പറ്റിയ ഒരാളെ തന്നെ ലൈഫിൽ കണ്ടുമുട്ടാൻ പറ്റില്ലേ? അത് വളരെ ശരിയാണ് അല്ലേ. ടൈമിൽ നമ്മള് ട്രാവൽ ചെയ്യുന്നു ഇത്ര ഏജ് വരെ, ആ ടൈമിന് ഇപ്പോ അങ്ങോട്ട്, അതായത് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുള്ള പരിപാടിയല്ല, ഒക്കെ ഈശ്വരൻ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്ന പോലത്തെ ഒരു പരിപാടിയാണ് മൊത്തത്തിന് നോക്കുമ്പോൾ. കാരണം വെച്ചാല് പുള്ളിയെ ഞാൻ പെട്ടെന്ന് കാണാൻ പറ്റുന്നു. അതാണ് ഇങ്ങനെ ആ കോഴ്സ് എഴുതിയപ്പോൾ ഞാൻ സംസാരിച്ച് ഓക്കെയാണ്, നല്ല രസമുണ്ട് എന്ന് പറയാൻ തോന്നുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സംസാരിക്കുന്നു, പൂരത്തിന് വരുന്നുണ്ടോ, അപ്പം അങ്ങനെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഒരു ആ ടൈമിന് നടക്കുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ വരുന്ന ഒരു പരിപാടിയാണ്. ഇനിയിപ്പോ ഇടക്കിടക്ക് പറയാറുണ്ടോ എന്നെ പൂരം കാണിക്കണം കേട്ടോ, അടുത്ത വർഷം ഇതുവരെയായിട്ടും പൂരം കണ്ടിട്ടില്ല? ടിവിയില് കാണുന്നതല്ലേ, നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ ഈ തൃശ്ശൂരിലെ ആൾക്കാർ പൂരാണ് പറഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ള ജില്ലക്കാരെ എപ്പോഴും പറയാറ് വരൂ എന്നൊക്കെ. അത് തന്നെ ഇവിടെ ഉപയോഗിച്ചു എന്നൊക്കെ. ഇവിടെ ആണെങ്കിലും എല്ലാവർക്കും അത് പ്രിയപ്പെട്ടതല്ലേ. അതെ, ശരിയാ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിയുന്നതിന് മുൻപും കല്യാണത്തിന് ശേഷവും വന്നൊരു മാറ്റം എന്താ നിങ്ങളുടെ ലൈഫില്? എനിക്കെന്ത് മാറ്റം വരാനാ, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കാലത്ത് എഴുന്നേൽക്കുന്നു, പല്ലേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുറച്ച് നാളത്തെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഇവിടെ അടുക്കളയിൽ കയറും. ഓക്കെ, ഇപ്പൊ ചായ കൊണ്ടുവരുന്ന ആരാ? ചായയോ? എപ്പോ ഇപ്പൊ കൊണ്ടുവരുന്ന ആരാ? മിഥുട്ടിയാണോ വൈഫാണോ? കാലത്ത് ഇന്ന് ഞാൻ ഇവിടെ കഴിഞ്ഞ് ചായ ഗ്ലാസ് ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടായിരുന്നു. ഭാഗ്യെന്നൊക്കെ. ശരിക്കും ഇപ്പം ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇന്ന ഫുഡ്, ഇപ്പൊ കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞു, ഇനി പതുക്കെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കല്ലോ. അഫ്കോഴ്സ് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് ചെയ്താ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി തന്നോ? ഇല്ല, 2 ദിവസം ആയല്ലേ ഉള്ളൂ. കാണാം. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ തുടങ്ങിയതിന് ശേഷം ഭയങ്കര കെയറിങ് ആണ് വൈഫിന്. ഓക്കെ ആണോ നീ സെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കെയർ ചെയ്യാണ്. ഭയങ്കര കെയറിങ് ചേട്ടനാണോ മിഥുട്ടി? ഉള്ളതുള്ള പോലെ പറയും. ദേഷ്യപ്പെടുന്ന ആളാണോ? ഇല്ല. ആർക്കാ ഇതില് കൂടുതൽ ദേഷ്യം വരാ പെട്ടെന്ന്? എന്ത്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിക്കും ദേഷ്യം വേണോ? ദേഷ്യം അല്ല, ഞാനിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോ ചേട്ടന് അത് ഇഷ്ടമല്ല. ഞാൻ സംസാരിക്കണം എപ്പോഴും, അതാ ചേട്ടന് ഇഷ്ടം. ഇവിടെ ഇൻട്രോവേർട്ട് ഇത് എക്സ്ട്രോവേർട്ട് ആണോ ശരിക്കും? അതല്ല, എന്തെങ്കിലും ഉണ്ടാകുമ്പോ ഞാൻ സംസാരിക്കാതിരിക്കും. അപ്പോ ചേട്ടനത് ഇഷ്ടമല്ല. ചേട്ടൻ എന്നെ സംസാരിപ്പിക്കാൻ നോക്കും, ഞാൻ സംസാരിക്കാതെ വീണ്ടും ഇരുന്ന ചേട്ടന് ദേഷ്യമാവും. അങ്ങനെ ഇപ്പൊ ഒരു 2 ദിവസം പോകും. അങ്ങനെ തന്നെ അല്ല, അധികം അല്ല, പറയുന്നതിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും.
വേറെ ഞാനായിട്ടൊന്നും സംസാരിക്കാതിരിക്കും. അത് മാറ്റണം എന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. ഇനിയിപ്പോ വ്ളോഗ് ഒക്കെ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്ത് പിന്നെ ഇനി അടുത്ത ഇന്റർവ്യൂ വരുമ്പോ പുള്ളിക്കാരായിരിക്കും നന്നായിട്ട് സംസാരിക്കാം. അതായത് ഫസ്റ്റ് ടൈം അല്ല അങ്ങനെ ഇതൊരു പറയും ഒന്ന് മാറിയിരിക്കും ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയും. പിന്നെ നിങ്ങളുടെ ഈ പ്രണയ സംസാരത്തിൽ പാട്ട് പാടാ കഥകൾ പറയാം. ഇപ്പൊ ടോക്കറ്റീവ് ആരാന്ന് എനിക്ക് മനസ്സിലായെങ്കിലും പാട്ട് പാടൂലേ? ഇല്ല. ഇല്ല എങ്കിൽ ആരാ പാട്ട് പാടി തരാ? ചേട്ടൻ പാട്ട് പാടി കൊടുക്കൂ. ഒരു പാട്ട് ഏതൊക്കെ പാട്ടാ പാടി തരാ പാർവതി? ഒരുപാട് പാട്ട് പാടും. ചേട്ടന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ അങ്ങനെ പാടാറില്ല, എനിക്ക് അറിഞ്ഞോളൂ തന്നെ. അപ്പൊ പാടിക്കൊടുത്തോ? ഇല്ല അങ്ങനെ പാടാറില്ല. ഞാൻ ഉറക്കത്തിനെങ്ങാനും എന്തെങ്കിലും പാടിയിട്ടുണ്ടെങ്കിലാവുള്ളൂ. അതെനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്താ ഞാൻ പാടിയെന്ന്. ആണോ വെറുതെ ഉറക്കത്തിലാണോ പാട്ട് പാടുന്നേ? ആ ആള് ഞെട്ടിത്തെരിച്ചിട്ട് നോക്കുക ഇതെപ്പോ ഉറക്കാൻ വേണ്ടിട്ട് ഉറക്കാനൊക്കെ പാട്ടൊക്കെ പാടി കൊടുക്കും. റൊമാൻറ്റിക് ആണോ ആള്? റൊമാൻറ്റിക് ചേട്ടാ എനിക്ക് എപ്പോഴൊക്കെ റൊമാൻറ്റിക് ആണോ? കൂട്ടത്തിൽ ആരാ റൊമാൻറ്റിക്? ചേട്ടനാണ്. അതെ അങ്ങ് സ്വീകരിക്കുന്നൊക്കെ. പെട്ടെന്ന് ദേഷ്യം വരുന്നു ഇവിടെ, റൊമാൻറ്റിക് ഇവിടെ ഭയങ്കര കെയറിങ് കൊടുക്കുന്നത് ചേട്ടൻ ഇതല്ലത്. ഇപ്പൊ ഞാൻ പറയാതെ എന്തൊക്കെ കഴിവുകളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില്? എല്ലാത്തിനും സപ്പോർട്ട്. അത് തന്നെ വേറെ എന്ത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളാ. ശരിക്കും നമ്മുടെ ലൈഫില് നമുക്കൊരു ലൈഫ് പാർട്ട്ണർ വരുന്ന സമയത്ത് അല്ലേ നമ്മളെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്ന ബ്ലെസ്സിങ് ആണ് അല്ലേ? അതാണ് വീണത്, മനസ്സിലായോ? ഞങ്ങള് അതല്ല പൂരൊന്നല്ല. പൂരം കാണാനും ഇതുവരെയായിട്ടോ പറ്റിയിട്ടില്ല. ഇപ്പം തിരുവനന്തപുരത്ത് അച്ഛന്റെ നാടല്ലേ തിരുവനന്തപുരം? അപ്പൊ ഒരിക്കൽ പോലും നിങ്ങൾ കണ്ടിട്ടില്ല? ചേട്ടാ ഇവിടെ അല്ലേ? തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ. അതായത് ഞാൻ പുള്ളിനെ ഇടയ്ക്ക് നമ്മള് കറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ ആ വഴി പാസ് ചെയ്യും. ഇനി അവളുടെ അടുത്ത് പറയാം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് കാണാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരം പോകുമ്പോൾ പുള്ളിനെ കാണും, സംസാരിക്കും, ഒരുമിച്ച് ചായ കുടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയാൻ ഇതാണ്, അതായത് ലോങ് ആയതുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റിയെന്ന് വരില്ല. ലോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, എപ്പോഴും കാണാനൊന്നും പറ്റിയെന്ന് വരില്ല. വല്ലപ്പോഴും 2 മാസം 3 മാസം കഴിയുമ്പോഴൊക്കെ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ പോയി. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ അവിടെ ആളുടെ ഏറ്റവും നല്ല സ്ഥലമാണ്. അപ്പുറത്തെ മൃഗങ്ങൾ ഇപ്പുറത്തെ മനുഷ്യർ. അവരൊന്നും പറയാനൊന്നും പോകുന്നില്ലല്ലോ. ഇതൊക്കെ 2 വർഷം എത്തവണ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്? 2 വർഷത്തെ പ്രണയത്തില് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് 5 വട്ടം. ഓക്കെ. ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടാവോ ചോദിച്ചാ? ഓർമ്മയുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പെൺകുട്ടികളെ പൊതുവെ ഇതൊക്കെ ഓർത്ത് വെക്കാം, ആൺകുട്ടികളെ പിന്നെ മറന്നു പോകുമല്ലോ. ഇപ്പം എന്നോട് പാർവതി പ്ലീസ് ചോദിക്കരുത്, ഞാൻ മറന്നുപോയി ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടോട് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. അപ്പൊ ഞാൻ പറയും 1 മിനിറ്റ് കേൾക്കുന്നില്ല എന്നാ. അങ്ങനെ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞേ പറ അങ്ങോട്ട്. ആളുടെ മുഖം മാറിട്ടോ. മെയ് 17. അതാരുടെ? ജൂൺ 17. അത് വേറെ ജൂലൈ 17. 28ആണോ? അല്ല, പൊട്ടത്തെറ്റ. ഒന്നുകൂടി ട്രെയിൻ ഓർത്ത് നോക്ക്. ഓർക്കാം. കഴിഞ്ഞിട്ട് കിടക്കാം. ഇത് കഴിഞ്ഞിട്ട് വേറെ ഇതൊക്കെ തീരുമാനാക്കിയിട്ടുണ്ട് ഞാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും 28 അല്ല 27. അത് മെയ് ആണോ ജൂണാണോ ജൂലൈ ആണോ അതൊക്കെ അറിഞ്ഞാൽ മതി. ഇതില് 3 ഏതെങ്കിലും ഒന്നാണോ? ജൂലൈ. ജൂലൈ ജൂൺ. അത് ആരുടെയോ? ജൂൺ 27. ജൂലൈ 27. ജൂൺ 27 ആണോ? ഫൈനലി. ആളുടെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? സെപ്റ്റംബർ 16. കുറച്ചൊക്കെ 1992. കറക്റ്റ് ആണോ? 1992 ആണോ? ഇതേപോലെ നിങ്ങൾ ഓർത്ത് വെക്കാറുണ്ടോ? പൊതുവെ പ്രണയിക്കുന്ന ആൾ ആദ്യം മീറ്റ് ചെയ്തത് ദിവസം, വഴക്കൂടിയ ദിവസം, ഇതൊക്കെ ഓർത്ത് വെക്കുന്ന ആൾക്കാരാ നിങ്ങൾ? ഓർത്ത് വെക്കാറുണ്ടോ? ഞാൻ ഓർക്കപ്പെടാനേ ആഗ്രഹിക്കുന്നില്ല സംഭവമാണ്. ഈ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ആദ്യം വന്ന് മിണ്ടുന്ന ആരാ? ചേട്ടനാണ്. ഇവിടെ കുറച്ച് സമയം എടുക്കും. ഇതേപോലെ സമയം എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ആളില്? ഇതൊക്കെ തന്നെ വഴക്ക്, ദേഷ്യല്ലേ?
വഴക്ക് ആൾക്ക് കൂടി കഴിഞ്ഞാൽ ദേഷ്യപ്പെടാന്ന് വെച്ചാൽ അത്ര വലുതായിട്ട് ദേഷ്യപ്പെടല്ല, ദേഷ്യപ്പെടാനല്ല, സംസാരിക്കാതിരിക്കുന്ന അത്രേ ഉള്ളൂ. അത് തന്നെ ഇറിറ്റേറ്റ് ചെയ്യും നമ്മളെ സംബന്ധിച്ച്. ദേഷ്യപ്പെടല്ല, പിണങ്ങും. പിണങ്ങി കഴിഞ്ഞാൽ മൂള് നീ എന്താ ചെയ്യുന്നത്, എവിടെ പോയി, ഇതിനെക്കാട്ട് തന്നെ വഴക്കിടുന്നായിരുന്നു. നല്ല അങ്ങനെ ഇങ്ങനെ അച്ഛനമ്മയ്ക്ക് വിളിച്ച് അങ്ങനെയൊന്നുമില്ല. അതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ബെസ്റ്റ് ഈ സൈലൻസ് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആന്ന് പറയാറുണ്ടല്ലോ, പക്ഷെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതാണ്. മനസ്സിലായോ? പാവാണ് പക്ഷെ ഫോൺ എടുക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല, വിളിക്കുമ്പോ അത്ര എടുക്കും. ആള് ഇതേപോലെ ഷൂട്ട് കാര്യത്തിനൊക്കെ പോകുമ്പോ വിളിക്കുമ്പോ എടുക്കാറുണ്ടോ? അപ്പോഴല്ലേ ആ ഇടവേള കിട്ടുന്ന ടൈമിലല്ലേ വിളിക്കുന്നേ, ഭയങ്കര സന്തോഷാ. അയ്യോടാ, നമുക്ക് വേണ്ടി ഒരു സ്പേസ് തരുന്നുണ്ടല്ലേ. ഇപ്പൊ ആവേശത്തിന്റെ ഷൂട്ട് പോയ സമയത്ത് ഇടയ്ക്ക് വിളിക്കായിരുന്നോ? ഈ ഷൂട്ടിംഗ് സെറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ടല്ലോ സിനിമയില്. ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറെ നാളത്തേക്ക് വിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു, മെസ്സേജ് മാത്രമേ ഉള്ളായിരുന്നു. ഈ ആദ്യത്തെ സിനിമ റിലീസായിട്ട് കാണാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ കുറച്ചു പേർക്ക് മാത്രമാണല്ലോ റിലേഷൻഷിപ്പ് അത് അറിയോ. ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായിരുന്നു. ഫസ്റ്റ് ടൈം തന്നെ പോയി കണ്ടു. അതെ, ഒരുമിച്ച് പോയി കാണാൻ പറ്റിയായിരുന്നോ? ഇല്ല, നമ്മളവിടെ വനിതാവിനിതേന് കാണുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ രാഗം തൃശ്ശൂര് അവന് കാണുന്നു, നമ്മളവിടെ കാണുന്നു. ഓക്കെ, എങ്കിൽ ആദ്യം കാണുന്നത് നമ്മുടെ ആളാണ് ആ ബിഗ് സ്ക്രീനിൽ നിൽക്കുന്നത്. ആളുടെ ഒരു വലിയ ഹാർഡ് വർക്കിംഗ്, ആൾ ഒത്തിരി റീൽസ് ചെയ്യണു ആൻഡ് ആദ്യമായി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നു, അത് ബിഗ് സ്ക്രീനിൽ കാണുന്നു. അപ്പൊ അതിന്റെ നമ്മളൊരു പാർട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമായിരുന്നു. ചേട്ടൻ അതൊക്കെയല്ലേ ഇഷ്ടം, ചേട്ടൻ അതൊക്കെയല്ലേ ഇഷ്ടം. അതെ, ഭയങ്കര സപ്പോർട്ടീവ്. എങ്കിലും കൈയടിക്കുന്നുണ്ട് ആൾക്ക്. ഇപ്പൊ നമുക്ക് ഇഷ്ടം ഫഹദ്ക്കനോട് ഹായ് പറയണം, ഒരു സെൽഫി എടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും കാണുന്ന രീതിയിലാണ് എന്നെ മൊത്തത്തിൽ ഇങ്ങനെ കാണുന്നത്, മനുഷ്യനെ കാണുന്നത്. പുള്ളിക്ക് അങ്ങനെ സെഗ്മെന്റിനുള്ള പരിപാടിയൊന്നും ഇല്ല, സിമ്പിള്. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട നടൻ അങ്ങനെ കാണണം, മീറ്റ് ചെയ്യണം, അങ്ങനെ ഒരാളില്ല? അങ്ങനെയല്ലോ. ഈ അടുത്തുള്ള മേഡന്റെ പരിപാടി മേഡനെ കാണണം. എന്താ ഇത്ര വേറെ ഇത്ര ഇഷ്ടം? പാട്ടിഷ്ട. ഓ, മേഡം വയറനായി. മേഡൻ ഫാൻസ് ആണ്. ഓക്കെ, ഇവിടെ ഇപ്പം ഓൾറെഡി നമ്മളിപ്പോ നിങ്ങളുടെ കല്യാണത്തിന്റെ ആദ്യത്തെ പോസ്റ്റ് കണ്ടപ്പോ തന്നെ ആരൊക്കെ വന്നു, ആവേശത്തിൽ ടീമിൽ ആരൊക്കെ വന്നു എന്ന് അറിയാൻ ക്യൂരിയസ് ഉണ്ടായിരുന്നു. അതൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം? പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നവീന്റെ അടുത്താ പറഞ്ഞിട്ടുള്ളത്. പറയണം, ഇക്കോട് പറയണം, ഇക്കോടും പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കല്യാണത്തിന് അങ്ങനെ നമ്മളാരും അങ്ങനെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് സിമ്പിൾ ആയിട്ട് കല്യാണം നടത്തണം, ആരും കാണാതെ പോയി കെട്ടിക്കൊണ്ട് വരാ എന്നുള്ള പരിപാടിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എല്ലാവരും കണ്ടില്ല. ശരിക്കും ഞങ്ങൾ എല്ലാരും ഞെട്ടിച്ചു കേട്ടോ. ശരിക്കും എനിക്കൊന്നും എല്ലാവരും പബ്ലിക്കലി കാരണം പ്രൈവറ്റ് ആയിട്ട് വെച്ച് കല്യാണം നടത്തുമ്പോൾ അതെല്ലാരും ഞെട്ടിക്കുന്ന സുഖം വേറെ തന്നെയാ. അതിപ്പോ ഒരു ട്രെൻഡായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്, ഫാമിലിനെ മാത്രം വിളിച്ചിട്ട് കല്യാണം നടത്താറ്. നിങ്ങളുടെ ഇപ്പൊ സംസാരിക്കുമ്പോൾ നിങ്ങള് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയില്ലേ? കാരണം ഒരേ മൈൻഡ് സെറ്റുള്ള ആള് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു, അത് മുന്നോട്ട് പോകുന്നു, അത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അത് ഭയങ്കര ഹാപ്പിയാണ്, ചുറ്റുമുള്ള നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യാണ്ട് നിങ്ങളുടെ ലൈഫായിട്ട് പോകുന്നത് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അതൊരു വലിയ കാര്യമാണ്. ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് വളരെ ഈ സോൾമേറ്റിനെയൊക്കെ നമ്മൾ കണ്ടുമുട്ടാന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു സോൾമേറ്റ് ആണ് നിങ്ങൾ. യെസ്. ഇപ്പം കല്യാണത്തിന് ശേഷം നിങ്ങൾ എവിടെ ഹണിമൂണിന് പോണം അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? നിങ്ങള് അത് ശരി, നിങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ലേ? ഈ 2 വർഷം നിങ്ങൾ മോട്ടിവേഷൻ കൊടുക്കായിരുന്നോ? അല്ലാതെ പ്രീ പ്ലാനിങ് പറയും. ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോ ചോദിച്ചു എവിടേക്ക് പോവാന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയാണ് ഓക്കെ, എനിക്ക് സ്ഥലങ്ങൾ കണ്ടാൽ മതി എന്നുള്ളൊരു ചൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പട്ടായ, പിന്നെ പട്ടായ ആർക്ക് വേണ്ടിട്ടാ? പട്ടായ പിന്നെ ഗോവ. ആള് നോക്കി മേടിക്കും ഇങ്ങനെ നോക്കല്ലേ പറയുന്നൊക്കെ. ഓക്കെ, പട്ടായ, ഗോവ. ഇത് പറഞ്ഞപ്പോ തന്നെ രണ്ടും ഞാൻ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്തു. തുടങ്ങി മൂന്നാറ്, വയനാട്. ഈ പട്ടായ ഗോവയും ആള് പറഞ്ഞതല്ലേ? വയനാട് പുള്ളി പറഞ്ഞത്. ഓക്കെ, മൂന്നാറ്
മൂന്നാറൊക്കെ പോവാൻ ഇഷ്ടമാണ്. ഇപ്പൊ ഇഷ്ടമാണ്. എല്ലാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ യാത്ര ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്? എവിടെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തിട്ടില്ല? സ്കൂളിൽ പഠിക്കുമ്പോഴോ? സ്കൂളില് ഇല്ല, സ്കൂളിൽ ടൂർ യാത്ര ഞാൻ ചെയ്തിട്ടില്ല. കുഞ്ഞിലേ പോയിട്ടുണ്ട് തിരുവനന്തപുരം സിറ്റി കാണാൻ. അതല്ല പിന്നെ അല്ലാതെ ഇവിടെ വന്നിട്ടുണ്ട്, തൃശ്ശൂർക്ക് ആതിരപ്പള്ളി വാട്ടർഫാൾ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷെ മഴയായോണ്ട് കാണാൻ പറ്റിയില്ല. അയ്യോടാ, പിന്നെ തിരിച്ചു പോയി. മഴയ്ക്ക് വരാൻ കണ്ട സമയം അത് കുഴപ്പമില്ല. ഇനി വിദൂട്ടി എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും അല്ലേ? മഴ മാറ്റി പിന്നെ വീട്ടിൽ നിന്ന് പോവും. കന്യാകുമാരി അതാണ് ഞങ്ങളുടെ മെയിൻ പ്ലേസ്. ഓ, തിരുവനന്തപുരം ഇടക്കിടക്ക് പോകുന്ന സ്ഥലം കന്യാകുമാരി. ഓക്കെ, പോയിട്ടുണ്ടോ കന്യാകുമാരി? പോയിട്ടില്ല. ഇനി ഇവിടെ കൊണ്ടുപോകണം അങ്ങോട്ടേക്ക്. എനിക്കൊരു പ്രപ്പോസൽ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ചെയ്തോ? ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, നേരിട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെ റോസപ്പൂ എന്തെങ്കിലും ഇടണം. പക്ഷെ എന്താ ജാട ഇടണം കേട്ടോ, പെട്ടെന്ന് വീഴരുത് പ്രപ്പോസല്. ഹായ് മാലിനി, എന്റെ പേര് മാലിനി അല്ല. അത് എനിക്ക് ഇഷ്ടമാണ്. താങ്ക് യു. ആദ്യമായിട്ടാണ് പറയുമ്പോ താങ്ക് യു പറയുന്നത് ആദ്യമായിട്ടോ. ഈ പ്രപ്പോസൽ വീഴും പാർവതി. യു. ഓക്കെ, എന്നാ പാർവതിയുടെ പ്രപ്പോസൽ കാണാം. ഇനി കേട്ടിട്ടിരിക്കല്ലേ? അതെ. 1 2 3 സ്റ്റാർട്ട്. അതെ, നോക്ക് നോക്ക്. ഇഷ്ട. ലവ് യു. അവിടെ താങ്ക് യു. ആളെ ഞാൻ ആദ്യമായിട്ട് കാണാം. രണ്ടുപേരും ഭയങ്കര സിമിലർ. എനിക്ക് ഇഷ്ടാട്ടോ, ഭയങ്കര ധൈര്യത്തോടെ വന്നു. രണ്ടുപേരും സെറ്റാണെന്നൊക്കെ. ഓക്കെ, കൊള്ളായിരുന്നു പ്രപ്പോസൽ. എന്തായാലും നേരിട്ട് കണ്ട് പ്രപ്പോസ് ചെയ്യുന്ന ആഗ്രഹം തീർന്നല്ലോ. ഇനി ഇതുപോലെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഡാൻസ് പാർട്ട് ഓക്കെ. താലി കിട്ടുന്ന കൈയൊക്കെ വെച്ചായിരുന്നോ? അത് ഏറ്റ കോമഡിയായിരുന്നു. ചേട്ടൻ കെട്ടിട്ടും തീരുന്നില്ല. ഞാൻ പറഞ്ഞെങ്കിലും കഴിയുമോ. കല്യാണത്തിന് പ്രാക്ടീസ് പരിപാടി ഇല്ലേ, അതൊന്നും ചെയ്തില്ല? അവിടെ ചെന്നിട്ട് കയ്യറച്ചു കുനിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും കഴിയുമോ ചോദിച്ചു. വെയിറ്റ് ചെയ്യാന്നൊക്കെ. ഇവിടത്തെ ഇതിന്റെയൊക്കെ ഭാരം കൊണ്ട് അധികം നേരം കുനിയാൻ പറ്റില്ലല്ലോ. റോമ നടക്കുന്നത് പോലെയായിരുന്നു. തല കിട്ടും. എത്ര കിട്ടി? 3. 2 തവണ കിട്ടിയ കട്ടായി. അങ്ങോട്ടും കൂടി ഇല്ലേ സംശയത്തിന് ഞാൻ എന്താ അവസാനം ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ് now.